ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. റിപ്പോ നിരക്കിൽ മാറ്റമില്ല. നിരക്ക് 5.25 തുടരും. മോണിറ്ററി പോളിസി കമ്മിറ്റിയിലാണ് തീരുമാനം. ഭാരതത്തിന്റെ വിതരണ ശൃംഖലയെ ആഗോള അസ്ഥിരത പ്രതികൂലമായി ബാധിച്ചുവെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ്. ഐസൻ, ഇപ്പോൾ ഈ RBI ഗവർണറുടെ വാക്കുകൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് റിപ്പോ നിരക്കിൽ മാറ്റമില്ലാത്തത്? വിവരങ്ങൾ. അശ്വതി, തീർച്ചയായും ഈ റിവേഴ്സ് റിപ്പോ നിരക്കിലെ ഒരു മാറ്റമില്ലാതെ തുടരുന്നൊരു നിലപാട് കുറച്ച് കാലങ്ങളായി, രണ്ട് ദ്വൈമാസ അവലോകനത്തിൽ മോണിറ്ററി പോളിസിയിൽ അത്തരത്തിൽ തുടരുന്നൊരു സാഹചര്യമാണ്. ഇന്ന് ഈ 2 ദിവസങ്ങളായി നടന്ന മോണിറ്ററി പോളിസി യോഗത്തിലും ഇന്ന് അതിൻ്റെ പ്രഖ്യാപനത്തിലും ഉണ്ടായിരിക്കുന്നത്. 5.25 റിപ്പോ നിരക്കിൽ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു റിപ്പോ നിരക്കിൽ തുടരുന്നു എന്ന് പറയുന്നത് ബാങ്കുകളിലെ പണ വിനിമയം കൂടുതൽ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നൊരു നിലപാടിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ്. അതിനും പ്രധാനപ്പെട്ട പല ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത്, അതിന് അനുകൂലമായി വരുന്നൊരു ഘടകം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ 5.1 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ, CPI ഇൻഫ്ലേഷൻ കണക്കാക്കിയിരുന്നതെങ്കിൽ ആ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം അതിന് താഴെ, ആ ടാർഗറ്റിന് താഴെ നിലനിർത്താൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു പ്രധാന ഘടകമായി തന്നെ നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു നിർണായക വിഷയം എന്ന് പറയുന്നത്, ആഗോള സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരിക്കുന്ന ചില മാന്ദ്യങ്ങൾ, സ്വാഭാവികമായും യുദ്ധവും അതിനനുബന്ധമായ സാഹചര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമായ പല ഘടകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭാരതത്തിൻ്റെ വിതരണ ശൃംഖലയെ പ്രതികൂലമായി ബാധിച്ചു. നമുക്കറിയാവുന്നതാണ്, ഓയിൽ ലഭ്യതയൊക്കെ അത് പ്രതികൂലമായി ബാധിച്ചൊരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും പ്രൈസ് ഇൻഡെക്സ്, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉയരാതെ, അല്ലെങ്കിൽ പണപ്പെരുപ്പ് നിരക്ക് ഉയരാതെ സൂക്ഷിക്കാൻ സാധിച്ചു എന്നത് സാമ്പത്തിക നിയന്ത്രണത്തിൻ്റെ ഭാഗമായി തന്നെ കൃത്യമായ നടപടികളുടെ ഭാഗമാണെന്നും RBI ഗവർണർ വ്യക്തമാക്കുന്നുണ്ട്. സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും നിർണായകമായൊരു ഘടകം എന്ന് പറയുന്നത്, GDP വളർച്ചാ നിരക്കിൽ ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിൽ കുറവ് വരുത്താനുള്ള സാധ്യത, അല്ലെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് കുറയ്ക്കേണ്ട ഒരു സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും എന്ന നിലപാടും അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വളരെ വലിയ തോതിൽ പെരുകാതെ, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അടിസ്ഥാനപ്പെടുത്തിയ പണപ്പെരുപ്പ് നിരക്ക് വലിയ തോതിൽ പെരുകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് അനുകൂല ഘടകമായി തന്നെ RBI കണക്കാക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വായ്പാ നിരക്കിലും മറ്റുമുള്ള വലിയ വ്യത്യാസങ്ങൾ വരികയോ, വായ്പാ നിരക്കിൽ പലിശ നിരക്കിൽ വ്യത്യാസങ്ങൾ വരികയോ ഒന്നും ചെയ്യാനുള്ള സാധ്യത നിലവിലില്ല. എങ്കിൽ കൂടി പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണ വിധേയമായി നിലനിർത്തുന്നതിനുള്ള നടപടികളുടെ കൂടി ഭാഗമായാണ് പണലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി റിപ്പോ നിരക്ക് അതുപോലെ തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതുമാത്രമല്ല, ഈ GDP ഗ്രോത്ത്, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ നിരക്ക് 6.6 കുറയുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാകാം. വളർച്ചാ നിരക്ക് കുറയുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്ന ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ഐസൺ, ഒരു കാര്യം കൂടി, ഇതൊരു പ്രതിസന്ധി കാലമാണോ, അതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണോ? എങ്ങനെയാകും ഇതിനെ ഭാരതം മറികടക്കുക? തീർച്ചയായും ഭാരതം ഇക്കാര്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഓയിൽ ലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. അത്തരത്തിലുള്ള പല രീതിയിലുള്ള എണ്ണയുമായി ബന്ധപ്പെട്ട്, എണ്ണയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും ഭാഗത്തുണ്ടാകുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ നേരിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ ഉപഭോക്തൃ വില സൂചികയെ നേരിട്ട് ബാധിക്കുന്ന പണപ്പെരുപ്പത്തെ കൃത്യമായി നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനുള്ള നീക്കങ്ങൾ അടിസ്ഥാനപരമായി പോളിസി തലത്തിലും അതുപോലെ തന്നെ അതിൻ്റെ വിനിമയ തലത്തിലും കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു സംവിധാനം തുടരുന്നൊരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അല്ലെങ്കിൽ ഈ റിപ്പോ നിരക്ക് പഴയതുപോലെ തന്നെ നിലനിർത്താനുള്ള തീരുമാനത്തിൽ തുടരുന്നത്. വിവരങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. മാസപ്പടി ഇടപാടിൽ വീണയ്ക്കും CMRLനും വൻ തിരിച്ചടി. ED അന്വേഷണത്തിന് ഹൈക്കോടതി ഇതാ പച്ചക്കൊടി വീശിയിരിക്കുന്നു. CMRL അപ്പീൽ തള്ളി. അപ്പോൾ ഇതോടുകൂടി വീണയ്ക്ക് കുരുക്കുമുറുകും, സമൻസ് അയക്കും, ചോദ്യം ചെയ്യും, അറസ്റ്റിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഹൈക്കോടതി തുറന്നിട്ടിരിക്കുന്നത്. അപ്പീലിൽ ഇടപെടുന്നില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കും വരെ ഇടക്കാല ഉത്തരവ് തുടരണമെന്ന CMRLന്റെ ആവശ്യവും തള്ളിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് ജിനീഷ് കരുണാകരനുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. അശ്വതി, തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു നിർണായകമായ വിധി ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അനുകൂലമായ വിധിയുടെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ അത് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ED ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഇനി എങ്ങനെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു
തീരുമാനമുണ്ടാകും. ഇനി എങ്ങനെയെല്ലാമാണ്, പ്രത്യേകിച്ച് ചോദ്യം ചെയ്യലുകൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. നിരവധി ആളുകൾക്ക് സമൻസുകൾ നൽകി തുടർ നടപടികളിലേക്കെല്ലാം കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആലോചനാ യോഗങ്ങൾക്കായിട്ട് അല്പസമയം മുമ്പ് ED ഡയറക്ടർ ഈ ഒരു ഓഫീസിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾക്ക് കാണുന്നത്. വീണയ്ക്കും CMRലിനും ഒരുപോലെ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ED അന്വേഷണമാകാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ എന്താണോ ഇക്കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഉണ്ടായത്, ആ വിധി അതേപടി അംഗീകരിച്ചുകൊണ്ട് ആ വിധിയെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, ആ വിധിയെ ചോദ്യം ചെയ്യാൻ ഒന്നുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അനുകൂലമായ ഉത്തരവ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പീലിൽ ഇടപെടുന്നില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കും വരെ ഇടക്കാല ഉത്തരവ് തുടരണമെന്ന CMRലിന്റെ ആവശ്യം കൂടി കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തരത്തിലും അന്വേഷണം മുന്നോട്ട് നീക്കാതിരിക്കാൻ, അന്വേഷണം തുടരാതിരിക്കാൻ, അന്വേഷണം തടസ്സപ്പെടുത്താതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ, അതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, അതിനെയെല്ലാം തടയിട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് അന്തിമമായി തന്നെയുള്ള ഒരു വിധി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ അതിവേഗത്തിൽ നടപടികളുമായും ചോദ്യം ചെയ്യലുകളിലേക്കും അടക്കം കടന്നുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. ജിജീഷ് തുടരുക. നമുക്ക് ഐസണിലേക്ക് ഒന്ന് പോകാം. ഐസൺ, എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് CMRലിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വീണയ്ക്കപ്പോൾ ഉടൻ സമൻസ് അയക്കാനുള്ള നീക്കത്തിലേക്ക് ED കടക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ED അന്വേഷണം തുടരാമെന്നുള്ള ഒരു നിർണായക പ്രഖ്യാപനം ഹൈക്കോടതി അല്ലെങ്കിൽ ആ വിധി പ്രസ്താവിച്ചതോടെ എങ്ങനെയാകും വീണയ്ക്കും CPMനും CMRലിനും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കും ഇത് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത്? ഒരു ഉത്തരവ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യപ്പെട്ട സിംഗിൾ ബെഞ്ചിൻ്റെ മെയ് 26 സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിച്ച അപ്പീലാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവനും KV ജയകുമാറും ഉൾപ്പെട്ടിരുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ അപ്പീൽ തള്ളിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ CMRലുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നത് EDയെ വിലക്കുന്നതിന് വേണ്ടിയാണ് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച ആ ഉത്തരവിനെ, അതായത് സമൻസ് റദ്ദാക്കണമെന്ന ആവശ്യം കൂടി ഉന്നയിച്ച് CMRൽ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ഒരു നിലപാട് കൃത്യമായും സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് അപ്പീലായി പോവുകയും ചെയ്തത്. 2 ദിവസം മുമ്പ് ഈ അപ്പീൽ പരിഗണിച്ച കോടതി ആദ്യഘട്ടത്തിൽ സ്റ്റേ അനുവദിക്കാനോ ഒന്നും തയ്യാറായില്ല എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാന നിർണായകമായ നീക്കം കൂടി നടത്തിയത് വാദം പൂർത്തിയാക്കാം, ഇനി വിധി പറയാൻ മാറ്റാമെന്നൊരു നിലപാടാണ് ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുകയും ചെയ്തത്. ആ ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ച നടപടിയുടെ ഭാഗമായി തൊട്ടടുത്ത ദിവസം തന്നെ, വെള്ളിയാഴ്ച തന്നെ വിധി പ്രഖ്യാപിക്കുമെന്ന് അന്ന് തന്നെ അറിയിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ കോടതി തുറന്നതോടുകൂടി തന്നെ വിധി പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. അതായത് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച അപ്പീൽ, സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിലെത്തിയ അപ്പീൽ തള്ളുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാജ വിജയരാഘവനും അതുപോലെ തന്നെ KV ജയകുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീൽ തള്ളിയത്. സ്വാഭാവികമായും അടുത്ത ചോദ്യം ഉയരുന്നത് CMRലിനെതിരായ അന്വേഷണങ്ങൾ തുടരാമോ എന്നതാണ്. ഈ PMLA കേസ്, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട്, വെളുപ്പിക്കൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് EDയുടെ അന്വേഷണം നടക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലും കള്ളപ്പണ ഇടപാടുകളും സംബന്ധിച്ച കൃത്യമായ അന്വേഷണം നടത്താനുള്ള അധികാരമുള്ള ഏജൻസി എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന് CMRL കേസിൽ കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടത്, വീണ വിജയൻ ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഈ കേസ് ഏത് രീതിയിലായിരിക്കും പുരോഗമിക്കുക എന്നതായിരുന്നു. CMRL തന്നെ ഇത്തരത്തിലുള്ള പണമിടപാട് നടത്തിയൊരു വിഷയമാണ് വീണയും ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ജിജീഷിലേക്ക് ഒന്നുകൂടി പോകാം. ജിജീഷ്, അതായത് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാവകാശമൊന്നും ഹൈക്കോടതി അനുവദിച്ചില്ല. എന്തായാലും ഇവർ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. എങ്കിൽ കൂടിയും സുപ്രീം കോടതിയിൽ ഇനി എത്തുക, വിധി പ്രസ്താവിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചില നാൾവഴികളിൽ തടസ്സമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണയ്ക്ക് ഇന്ന് തന്നെ സമൻസ് അയക്കാനുള്ള സാധ്യതയില്ലേ? അപ്പം ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് CMRLനെ കനത്ത തിരിച്ചടി ഏൽക്കുമ്പോൾ ഈ കർത്തയുടെ ഒരു ഡയറി ഉണ്ടായിരുന്നല്ലോ, ആ ഡയറിയിൽ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുണ്ടായിരുന്നല്ലോ, അവരിലേക്കൊക്കെ അന്വേഷണം പോകുമോ? ഈ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി ഈ വിധി വന്നതോടെ ചർച്ചയാവുക? ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്
സമൻസുകൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരണകർത്തയ്ക്ക് സമൻസ് നൽകേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സമൻസുകൾ നൽകണം. ഇപ്പോൾ ED മേധാവി ഇവിടെ വരുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ED മേധാവി ഇതിനകത്തേക്ക് വരുന്നു. ഇന്നലെ ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു. മേധാവി ഇവിടെ എത്തി അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങൾ ആരംഭിക്കും. ഓരോ ഉദ്യോഗസ്ഥരായി ഇതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ അവലോകന യോഗത്തിനായി ഇവിടെ എത്തിച്ചേരുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ അശ്വതി ചോദിച്ചതുപോലെ തന്നെ ഇത് പ്രധാനമായും തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇനിയുള്ള സമൻസുകളുടെ കാര്യത്തിലാണ്. ആർക്കെല്ലാമാണ് സമൻസുകൾ അയക്കേണ്ടത്, ഏതെല്ലാം തീയതികളിലാണ് സമൻസുകൾ അയക്കേണ്ടത്, ഏത് ഘട്ടത്തിലാണ് സമൻസ് അയക്കുന്ന നടപടികളിലേക്ക് കടക്കേണ്ടത് തുടങ്ങിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ ആയിരിക്കും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഏറ്റവും സുപ്രധാന പദവി വഹിക്കുന്ന മേധാവി തന്നെ, ഡയറക്ടർ തന്നെ പങ്കെടുക്കുന്ന യോഗത്തിലുണ്ടാകുക. ഒരുപക്ഷെ ഒരു കേസിന്റെ പ്രാധാന്യം, അതിന്റെ പ്രാമുഖ്യം എല്ലാം തന്നെ കണക്കാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ വളരെ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ജിജീഷും ഐസനും തുടരുക.